നരകം പെയ്തിറങ്ങുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പ് വന്നത്. ഇറാനുള്ള അന്ത്യശാസനം ട്രംപിൻ്റെ അന്ത്യശാസനം നാളെ അവസാനിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹോർമുസ് തുറക്കാൻ ഇറാൻ നീട്ടി നൽകിയ സമയപരിധി നാളെ അവസാനിക്കാതിരിക്കുകയാണ് ഈ മുന്നറിയിപ്പുമായി ട്രംപ് വീണ്ടും വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാൻ വിടുവിച്ചിട്ട US വിമാനവുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടിൻ്റെ പടുകുഴിയിലാണ് അമേരിക്ക എന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ട്രംപിൻ്റെ മുന്നറിയിപ്പ് വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും വിനോദ ട്രംപ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇതിനു മുൻപും യുദ്ധം നിർത്തും അല്ലെങ്കിൽ വെടിനിർത്തലുണ്ടാകും, ഇറാനെ തീർക്കും എന്നൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ അതൊന്നും സാധിക്കാത്ത പശ്ചാത്തലം പ്രധാനമാണ്. രഞ്ജിത്ത്, തീർച്ചയായും 48 മണിക്കൂർ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ട്രംപിൻ്റെ അന്ത്യശാസനമാണ് ഈ അന്ത്യശാസനം. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പല അന്ത്യശാസനങ്ങളായി. ഒരു അന്ത്യശാസനം കഴിയുമ്പോൾ വീണ്ടും അന്ത്യശാസനം പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ പല മുന്നറിയിപ്പുകൾ കഴിഞ്ഞു, പല ഭീഷണികൾ കഴിഞ്ഞു. ഏതായിരുന്നാലും ഇറാൻ മുട്ടുമടക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ നിമിഷം വരെ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം ചില ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഇറാൻ്റെ പ്രതിനിധികൾ നേരിട്ട് പങ്കെടുത്തില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഇറാൻ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ്. അതുകൊണ്ട് അവർ ആ യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്ന കാര്യമാണ്. ഉപാധികൾ അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇതുവരെ ഇറാൻ എത്തിയിട്ടില്ല. കാരണം 15 ഉപാധികളാണ് പ്രധാനമായും ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഉപേക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഹോർമുസിൻ്റെ അധികാരം പങ്കിടുക, അങ്ങനെ പല കാര്യങ്ങളാണ്. യുറേനിയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയെന്നുള്ള കാര്യം ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതുവരെ ഇറാൻ ആണവശേഷി ആയിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ ആകുമെന്ന ആശങ്കയാണ് അമേരിക്കയും ഇസ്രയേലും പങ്കുവെക്കുന്നത്. ഏതായിരുന്നാലും അമേരിക്കയുടെ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് തുർക്കി ഉൾപ്പെടെയുള്ള, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ പാളിച്ചകൾ ഉണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. ഈ യുദ്ധം കൊണ്ടുപോകാനും കൊണ്ടുപോകാതിരിക്കാനും കഴിയാത്ത തരത്തിലേക്ക് അവർ വന്നുപെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ചാടിപ്പുറപ്പെട്ടു എന്ന വിലയിരുത്തൽ അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനതയ്ക്കുണ്ട്. മാത്രമല്ല അമേരിക്ക ആകട്ടെ അവിടെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇതിനിടയിൽ തല ഉയർത്തുന്നുണ്ട്. റാൻഡി ജോർജ് അവരുടെ സേനയുടെ തലവനാണ്, അവരുടെ ആർമി ചീഫാണ്. ആർമി ചീഫിനെ ഒഴിവാക്കുകയാണ്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധമുഖത്ത് ആർമിയുടെ ചീഫിനെ മാറ്റുന്ന ചരിത്രം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഇത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. 9ഓളം സൈന്യത്തിലും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള പ്രധാനപ്പെട്ട ആളുകളെ ട്രംപ് മാറ്റിക്കൊണ്ടുള്ള നടപടികൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. ഇത് തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അമേരിക്കയിൽ വഴിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും. പക്ഷേ ഈ ട്രംപിൻ്റെ ഇത്തരം ആഹ്വാനങ്ങൾ